ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട് എന്ന് മനസ്സിലായി. അപ്പൊ നമുക്കൊരു 10 സെക്കൻഡ് പോലെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ, അതോ 30 സെക്കൻഡ് വേണോ? എത്ര സെക്കൻഡ് വേണ്ട വരും? കാരണം നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്. 10 സെക്കൻഡ് മതി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ ടൈം സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് മെറ്റീരിയൽസ് ഈസ് യൂസ് ടു മേക്ക് ചിസൽസ്, ഫയൽസ്, സ്ക്രൈബേഴ്സ് ആൻഡ് ആക്സ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എല്ലാവരും തന്നെ കൃത്യമായ ആൻസർ ചെയ്തേക്കുന്നത്. ആർക്കും എന്ത് വന്നിട്ടില്ല, തെറ്റുകളൊന്നും വന്നിട്ടില്ല. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ അല്ലെ? കാരണം നമുക്ക് ഇവിടെ ചിസൽ, ഫയൽസ്, സ്ക്രൈബർ ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ്, ഒരു കട്ടിംഗ് ടൂൾ ആണ്. അപ്പൊ ഹൈ കാർബൺ സ്റ്റീൽ കൊണ്ടാണ് മാനുഫാക്ചർ ചെയ്യുക. അപ്പോൾ ഹൈ കാർബൺ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 0.8 തൊട്ട് 1.5% വരെയായിരിക്കും അതിലെ കാർബൺ കണ്ടന്റ് ഉണ്ടാവുക. ലോ കാർബൺ സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു എന്താണ്, ഒരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അല്ലെ? അതായത് കാർബൺ കണ്ടന്റ് കുറയുന്നതിനനുസരിച്ച് അത് സോഫ്റ്റ് ആയിട്ട് വരും. കാർബൺ കണ്ടന്റ് കൂടുന്നതിനനുസരിച്ച് അത് ബ്രിട്ടിൽ നാച്ചുറലിലേക്ക് മാറുകയാണ് ചെയ്യുക. അപ്പൊ ലോ കാർബണിലെ കാർബൺ കണ്ടന്റ് 0.15 തൊട്ട് 0.43 ആണ്. മീഡിയം കാർബൺ എന്ന് പറഞ്ഞാൽ 0.43 തൊട്ട് 0.8 ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്, ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. Which material is used to produce high speed steel along with chromium, vanadium and molybdenum? Okay, question clear ആണല്ലോ അല്ലേ? Which material is used to produce high speed steel along with chromium, vanadium and molybdenum? Okay, time start ചെയ്യുന്നു. Nickel, tungsten, chromium or manganese? ഓക്കെ, കുറച്ച് പേർക്ക് കൂടെ ആൻസർ ചെയ്യാൻ സമയം കിട്ടുന്നില്ല തോന്നുന്നു. ഒന്നും കൂടെ അത് ചെയ്ത് നോക്കുക. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, ഏതാണ് ആൻസർ? ടങ്സ്റ്റൺ ഇസ് ദ റൈറ്റ് ആൻസർ. നിക്കൽ അല്ല, ടങ്സ്റ്റൺ ആണ് കൃത്യമായ ആൻസർ. കാരണം നമുക്ക് അറിഞ്ഞിരിക്കണം, ഹൈ സ്പീഡ് സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മോസ്റ്റ് 3 കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ TCV ആണ്. നമ്മൾ കൃത്യമായി പഠിച്ചാണ്. TCV ഇസ് ദ മെയിൻ കമ്പോണൻസ്. ഏതൊക്കെയാണ്? ടങ്സ്റ്റൺ, ക്രോമിയം ആൻഡ് വനേഡിയം. ഓക്കെ, ടങ്സ്റ്റൺ, ക്രോമിയം ആൻഡ് വനേഡിയം. ലിബിൻ ജസ്റ്റ് ഒന്ന് ചാറ്റിൽ നോക്കുക. ചാറ്റിൽ ഒരു ലിങ്ക് ഉണ്ട്, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ടങ്സ്റ്റൺ, ക്രോമിയം ആൻഡ് വനേഡിയം ഇസ് ദ റൈറ്റ് കോമ്പിനേഷൻ ഓഫ് ഹൈ സ്പീഡ് സ്റ്റീൽ. അപ്പോൾ അതിൽ തന്നെ എത്രയാണ് പെർസെന്റേജ്? 18.41 18% ടങ്സ്റ്റണും 4% ക്രോമിയവും 1% വനേഡിയം ആയിരിക്കും ഉണ്ടാവുക. ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ കോമ്പിനേഷൻ കൂടെ ചോദിക്കാറുണ്ട്, ഓർത്തിരിക്കുക. അപ്പൊ ഇതിൽ കുറച്ച് പേർക്ക് തെറ്റ് വന്നിട്ടുണ്ട്. എനിവേ കുഴപ്പമില്ല, ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചോദ്യത്തിലേക്ക് പോകാലോ അല്ലെ? നെക്സ്റ്റ് വൺ, which is the cheapest sheet metal used for sheet metal work? Which is the cheapest sheet metal used for sheet metal work? ഓക്കെ, ഇത് ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടപ്പോൾ തന്നെ എല്ലാവരും ആൻസർ ചെയ്തു തുടങ്ങി. ഏതായിരിക്കും ചീപ്പസ്റ്റ് ആണ്? ഏറ്റവും വില കുറവുള്ളത് ഏതാണെന്നാണ് ചോദ്യം. ഏറ്റവും വില കുറവുള്ളത്. അപ്പൊ കോപ്പർ ഷീറ്റ് ഉണ്ട്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റ് ഉണ്ട്, ബ്ലാക്ക് അയൺ ഷീറ്റ് ഉണ്ട്, ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റ് ഉണ്ട്. അപ്പൊ ഈ കോപ്പർ ഷീറ്റ് നമ്മൾ നോർമലി അല്ലെങ്കിൽ കോപ്പർ പൈപ്പ് ഒക്കെ യൂസ് ചെയ്യുന്ന എവിടെയായിരിക്കും? ജസ്റ്റ് നമുക്ക് നമ്മുടെ ഈ ഒരു ഹോട്ട് ആൻഡ് കോൾഡ് വാട്ടർ ഒക്കെ പോകുന്ന സ്ഥലങ്ങളില്ലേ, അവിടെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? കോപ്പർ ഷീറ്റ് യൂസ് ചെയ്യുക. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റ് യൂസ് ചെയ്യുന്ന പ്രധാനമായിട്ട് ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രിയിലൊക്കെ ആയിരിക്കും. ബ്ലാക്ക് അയൺ ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്ലൂയിഡ് വരാത്ത, അത് മീൻസ് ലിക്വിഡ് അല്ലാത്ത നോർമൽ ഗ്യാസ് ഒക്കെ ആണെന്ന് വിചാരിക്കുക. അതൊക്കെ ആണെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് ബ്ലാക്ക് അയൺ ഷീറ്റ് ഒക്കെ യൂസ് ചെയ്യേണ്ടവരെ അത് ഒരു റഫ് ആയിരിക്കും നോക്കിക്കുക. ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് കോട്ട് ചെയ്യുന്നത് സിങ്ക് ആയിരിക്കും. കൊറോഷൻ റെസിസ്റ്റൻസ് പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റ് യൂസ് ചെയ്യുന്നത്. ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്, ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ കുറച്ച് പേർക്ക് തെറ്റ് വന്നിട്ടുണ്ട്, ഓർത്തിരിക്കുക. ചീപ്പസ്റ്റ് ആണ് ചോദ്യം, ബ്ലാക്ക് അയൺ ഷീറ്റ് ആണ് ആൻസർ. ഓക്കെ, അനൂപ് ആൻഡ് ഫവാസ്, അഖിൽ PS ജസ്റ്റ് ഒന്ന് ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് കയറുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാലോ അല്ലെ? ഓക്കെ, which material is used to make household appliances, lighting fixtures and aeroplane construction etc? ഇതും ക്വസ്റ്റ്യൻ ഇടുന്നതിന് മുമ്പ് ആൻസേഴ്സ് സ്റ്റാർട്ട് ചെയ്ത്. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, നമുക്ക് 10 സെക്കൻഡ് പോലും വേണ്ടി വന്നില്ല ഇതിനൊന്ന് ആൻസർ ചെയ്യാൻ. നല്ലൊരു കാര്യമാണ്. എനിവേ നമ്മൾ പറയാം അലൂമിനിയം ഷീറ്റ് ഇസ് ദ റൈറ്റ് ആൻസർ അല്ലെ? അലൂമിനിയം ഷീറ്റ് ആണോ ഇവിടത്തെ കൃത്യമായ ആൻസർ വരിക. അതുപോലെ കുക്കിംഗ് യൂട്ടൻസിൽസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അലൂമിനിയം ഇപ്പൊ വൈഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് തന്നെ നമ്മുടെ കിച്ചൺ പോയി നോക്കിയാൽ അറിയാം അല്ലെ? ഇഷ്ടംപോലെ സാധനങ്ങൾ ഹൗസ് ഹോൾഡ് അപ്ലയൻസ് നമുക്ക് അലൂമിനിയം കൊണ്ടാണ്. കാരണം ബിക്കോസ് ഓഫ് ലൈറ്റ് വെയിറ്റ്. ഓക്കെ, അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയായിരുന്നു നമ്മൾ പഠിച്ചത്? അലൂമിനിയത്തിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയായിരുന്നു? ഓർക്കുന്നുണ്ടോ?
സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് അലൂമിനിയം 2.7 ഓർക്കണല്ലോ അല്ലെ? അലൂമിനിയം 2.7 ആണ്. കൃത്യമായി ഓർത്തിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ഏറ്റവും ലെഡിന്റെ എത്രയാണ്? ലെഡ് എനിബഡി ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ നോക്കട്ടെ. ഇത് നമുക്ക് അധികം ദിവസമൊന്നുമില്ല, ഇനിയൊന്നും നമുക്ക് തെറ്റിക്കുക. 11.36 അല്ലെ, 11.36 ആണ് ലെഡിന്റേത്. ഏറ്റവും കൂടുതൽ വരുന്നത് ഏതാണ്? ലെഡ് ആണ്. ഓക്കെ, നമ്മള് EM പറയുന്നില്ലേ, ലെഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാ. എനിവേ 11.8 അല്ല, 11.36 കേട്ടോ വിഷ്ണു. വാട്ട് ഈസ് ദ കെമിക്കൽ മെത്തേഡ് ഓഫ് സർഫേസ് ക്ലീനിങ്? അപ്പൊ താഴെ പറയുന്നത് സർഫേസ് ക്ലീനിങ് മെത്തേഡ് ഏതാണെന്നുള്ള ചോദ്യം. ഓപ്ഷൻ എ പിക്ലിംഗ്, ഓപ്ഷൻ ബി ഡീസ്കെയിലിംഗ്, ഓപ്ഷൻ സി ഡീഗ്രീസിംഗ്, ഓപ്ഷൻ ഡി ബ്ലാസ്റ്റ് ക്ലീൻ. പെട്ടെന്ന് ആൻസർ ചെയ്ത് എല്ലാവരും ആൻസർ ചെയ്ത്. ഓക്കെ, എനിവേ പിക്ലിംഗ് ആണോ ബ്ലാസ്റ്റ് ക്ലീനിങ് ആണോ സംശയം നമുക്കുള്ളൂ. എന്തായാലും ഡീസ്കെയിലിംഗും ഡീഗ്രീസിംഗും അല്ല എന്ന് മനസ്സിലായി. ഏതാണ് കെമിക്കൽ മെത്തേഡ്സ്? കെമിക്കൽ മെത്തേഡ് ഓഫ് സർഫേസ് ക്ലീനിങ്. സർഫേസ് ക്ലീനിങ് മെത്തേഡ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. Every questions we were discussed in the live sections, അല്ലേ? Pickling is the right answer. ഓക്കെ, അവിടെ നമ്മൾ ഏത് ആസിഡ് യൂസ് ചെയ്യാം? H2SO4 HCl നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഒന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which metal is used to prepare soft solder and coating material for chemical containers? Very important question. എപ്പോഴും തെറ്റ് വരുന്ന ചോദ്യമാണ്. Which metal is used to prepare soft solder and coating material for chemical containers? Highly corrosive acid tankil നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണ്? Which metal is used to prepare soft solder and coating material for chemical containers? നമുക്ക് എപ്പോഴും സംശയം വരെ ടിൻ ആണോ ലെഡ് ആണോ? കാരണം ടിന്നിൽ ലെഡ് ആണ് സോഫ്റ്റ് സോൾഡറിന് യൂസ് ചെയ്യാം. അപ്പൊ ഇതിൽ ഏതാണ് ടിൻ ആണോ ലെഡ് ആണോ എന്നാണ്. ഓക്കെ, എനിവേ മേജർ ആൻസർ വന്നിരിക്കുന്നത് ലെഡ് തന്നെയാണ്. ലെഡ് ആണ് ഫൈനൽ ആൻസർ വരിക. ഓർത്തിരിക്കുക, നമുക്ക് അവിടെ ഓർത്തിരിക്കണം, ലെഡുമായി ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് കെമിക്കൽ കണ്ടെയ്നേഴ്സ്. അതുപോലെ തന്നെ ഹൈലി കൊറോസീവ് ആസിഡ് ടാങ്ക്. ഇവിടെ ഈ രണ്ട് സ്ഥലങ്ങളും നമ്മൾ എന്താണ്, ലെഡ് ആണ് പ്രൈം ആയിട്ടുള്ള ആൻസർ വരിക എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, എനിവേ ഒരു 24% ആൾക്കാർ ടിന്നും 71% ആൾക്കാർ ലെഡ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് തെറ്റാണ്ട് നോക്കണം. നമുക്ക് എക്സാം ഹാളിൽ നിന്നും സംശയം വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലെ? ഓർത്തിരുന്നോളൂ അല്ലേ? ലെഡ്, ഓർ ഓഫ് ലെഡ് ഏതായിരുന്നു? ലെഡിന്റെ ആയിരം, ലെഡിന്റെ ഓർ ഏതായിരുന്നു? ഓർ ഓഫ് ലെഡ് എനിബഡി? ഗലേന അല്ലെ? LG എന്ന് നമ്മൾ ഓർത്തിരുന്നേ, LG ലെഡ് ഗലേന, ലെഡ് ഗലേന. അലൂമിനിയത്തിന്റെ ഏതായിരുന്നു? അലൂമിനിയത്തിന്റെ ബോക്സൈറ്റ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, മലച്ചൈറ്റും പൈറേറ്റും ഏതിന്റെ ആയിരുന്നു? മലച്ചൈറ്റും പൈറേറ്റും പഠിച്ചത് ഏതിന്റെ ആയിരുന്നു? കോപ്പർ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ റിവൈസ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. നല്ല കാര്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് എഡ്ജ് സ്റ്റിഫനിങ്സ് ക്യാൻ ബി ഡൺ? വയറിംഗ്, ഫ്ലാഞ്ചിങ്, കേളിംഗ്, ഓൾ ഓഫ് ദിസ്. ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് എഡ്ജ് സ്റ്റിഫനിങ് ക്യാൻ ബി ഡൺ? ഇവിടെ നമുക്ക് ഇപ്പൊ ഇവിടെ കുറച്ചൊരു ഫസ്റ്റ് ആൻസർ ചാടി കയറി ആൻസർ ചെയ്തില്ലേ? ദിസ് സെയിം ഹാപ്പനിങ് ഇൻ PSC എക്സാമിനേഷൻ അല്ലെ? അതായത് നമുക്ക് ആ ഒരു 1.25 മണിക്കൂറിനിടയിൽ, ആ 75 മിനിറ്റിനിടയിൽ നമുക്ക് പല മണ്ടത്തരവും കാണിക്കും. ആ പല മണ്ടത്തരം ഒന്നാണ് നമ്മൾ ചാടിക്കറി ആൻസർ. എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ 2 തവണയെങ്കിലും വായിക്കുക. ഓക്കെ, കാരണം 2 തവണ വായിക്കാൻ പറയുന്നത് നമുക്കൊരു ചെറിയ സംശയം തോന്നിയ ക്വസ്റ്റ്യൻ നമ്മൾ 2 തവണ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ക്ലാരിറ്റി കിട്ടും. ഒന്ന് മനസ്സിരുത്തി 2 തവണ വായിക്കുക, ഓപ്ഷൻസിലേക്ക് നോക്കാണ്ട് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും. എന്നിട്ട് മാത്രം ആൻസർ 4 നോക്കുക. വയറിംഗ്, ഫ്ലാഞ്ചിങ്, കേളിംഗ്, ഓൾ ഓഫ് ദിസ്. ഇവിടെ ഏതായിരിക്കും? ഓൾ ഓഫ് ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. ഏകദേശം 7 മെത്തേഡോളം നമ്മൾ പഠിച്ചിട്ടുണ്ട് എഡ്ജ് സ്റ്റിഫനിങ്ങിന് വേണ്ടിയിട്ട്. അപ്പൊ അതിൽ വയറിംഗും ഫ്ലാഞ്ചിങും കേളിംഗും ഒക്കെ ഉണ്ടായിരുന്നു. ഓൾ ഓഫ് ദിസ് ആണ് ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ കൃത്യമായ ആൻസർ വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of the following is not a purpose of edge stiffening? 4 പർപ്പസ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ പർപ്പസ് പറയാണ് to give extra strength and rigidity to edges. രണ്ടാമത്തെ ഫംഗ്ഷൻ പറയാണ് to provide sharp edges for safe handling. മൂന്നാമത്തെ ഫംഗ്ഷൻ ആയിട്ട് പറയാണ് to prevent edges from bending and buckling. നാലാമത്തെ ഓപ്ഷൻ ആയിട്ട് പറയാണ് to prevent edges from damage during handling. ഏതായിരിക്കും ആൻസർ വരിക? Which is the right answer? ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. നോട്ട് എ പർപ്പസ്. എഡ്ജ് സ്റ്റിഫനിങ്ങിന്റെ പർപ്പസ് അല്ലാതെ വരുന്നത്. ഷാർപ്പ് എഡ്ജസ് കൊടുക്കുന്നത് സ്റ്റിഫനിങ്ങിന്റെ പർപ്പസ് ആണോ? ഷാർപ്പ് എഡ്ജ് കൊടുക്കുന്നത് സ്റ്റിഫനിങ്ങിന്റെ പർപ്പസ് ആണോ? ഇപ്പോഴും കുറച്ച് പേർക്ക് തെറ്റുകൾ വരുന്നുണ്ട്. പർപ്പസ് അല്ല ചോദിച്ചിരിക്കുന്നത്, നോട്ട് എ പർപ്പസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുക.
എനിവേ 85% ആൾക്കാരും കറക്റ്റ് ആൻസർ ചെയ്തിട്ടുണ്ട്. എന്നാലും കുറച്ചു പേർക്ക് തെറ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ശ്രദ്ധ വേണം കേട്ടോ. നമുക്ക് നല്ല ശ്രദ്ധ വേണം. ടു പ്രൊവൈഡ് ഷാർപ്പ് എഡ്ജസ് ഫോർ സേഫ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് എഡ്ജ് സ്റ്റിഫനിങ്ങിന്റെ ഒരു ഫംഗ്ഷനേ അല്ല, ഓർത്തിരിക്കുക. ക്ലിയർ? അടുത്തേക്ക് പോയാലോ? അടുത്തേക്ക് പോലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Dash is a piece of material which is cut to the exact size and shape to form the desired object. Pattern, layout, stretch out, section. സംടൈംസ് ഇത് ഈ പാറ്റേൺ ലേഔട്ട് സ്ട്രെച്ച് ഔട്ട് സെക്ഷൻ എന്ന് പറയാം ടെംപ്ലേറ്റും കൂടെ ഓപ്ഷൻസിൽ കയറി വരാറുണ്ട്. അപ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സംശയവും വരും. ഓക്കെ, പാറ്റേൺ മാത്രം വരുന്ന സമയത്ത് നമുക്ക് അധികം സംശയമൊന്നും വരില്ല. എന്നാലും കുറച്ച് പേർക്ക് തെറ്റ് വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക, പാറ്റേൺ ആണ് കൃത്യമായ ആൻസർ. ഈ പാറ്റേൺ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്നതാണ് ലേഔട്ട്. സ്ട്രെച്ച് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നമ്മളിപ്പോ ഒരു സിലിണ്ടർ ആണെങ്കിൽ അതിനെ ജസ്റ്റ് ഇങ്ങനെ കൊടുത്തി വെക്കാന്ന് വിളിക്കുക. ദാറ്റ് ഇസ് കോൾഡ് സ്ട്രെച്ച് ഔട്ട്. ഓക്കെ, എനിവേ ഒരു 90% ആൾക്കാർ കൃത്യമായ ആൻസർ ചെയ്തു. എന്നിരുന്നാലും നമുക്ക് തെറ്റ് വരുത്താണ്ട് നോക്കണം. ഒരു കാരണവശാലും തെറ്റൊന്നും വരുത്തരുത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ. പാറ്റേൺ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, വിച്ച് ഈസ് കട്ട് ടു ദ എക്സാക്ട് സൈസ് ആൻഡ് ഷേപ്പ് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് പാറ്റേൺ. ഓക്കെ ആണല്ലോ? ക്ലിയർ? പാറ്റേൺ ഇസ് ദ റൈറ്റ് ആൻസർ. Next question. Punches are made of. Punches are made of. Option A stainless steel. Option B tool steel. Option C mild steel. Option D cast iron. Okay, നമുക്ക് എന്തായാലും ഒരു 10 സെക്കൻഡ് ലിമിറ്റും കൂടെ വെച്ചേക്കാം. പെട്ടെന്ന് ആൻസർ ചെയ്യാം. മൈൽഡ് സ്റ്റീൽ കൊണ്ട് നമുക്ക് പഞ്ച് മെയ്ഡ് ചെയ്യാൻ പറ്റുമോ? അല്ലേ, പറ്റില്ല അല്ലേ? അതായത് ഓക്കെ, എന്തുകൊണ്ട് പറ്റില്ല? ഒന്നും കൂടെ ഒരു കോള് ചെയ്യാത്തവർക്ക് ഒരു അവസരം, ഒരു 10 സെക്കൻഡ്. ടൂൾ സ്റ്റീൽ ഇസ് ദ റൈറ്റ് ആൻസർ. കാരണം മൈൽഡ് സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞത് സോഫ്റ്റ് മെറ്റീരിയൽ, കാരണം കാർബൺ പെർസെന്റേജ് വളരെ കുറവാണ്. കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബ്രിട്ടിൽ മെറ്റീരിയൽ. അപ്പൊ ഈ രണ്ട് സാധനം നമുക്ക് ടൂൾ ആക്കി യൂസ് ചെയ്യാൻ പറ്റില്ല. പഞ്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് വേറെ ഒന്നിന്റെ മുകളിൽ എന്താണ് ഒരു ഹാർഡ്നെസ് പ്രോപ്പർട്ടി വേണം അല്ലെ, ഹാർഡ്നെസ് പ്രോപ്പർട്ടി വേണം. അപ്പൊ അവിടെ നമുക്ക് ടൂൾ സ്റ്റീൽ ഇസ് ദ റൈറ്റ് ആൻസർ ആയിട്ട് വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? ടൂൾ സ്റ്റീൽ ഇസ് ദ റൈറ്റ് ആൻസർ. കാസ്റ്റ് അയൺ ലേയേഴ്സിൽ 2 to 4.5 വരും. അത് ഇച്ചിരി ബ്രിട്ടിൽ നേച്ചർ ആണ് കാണിക്കുന്നത്. കംപ്രസീവ് സ്ട്രെങ്ത് വേണ്ട സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യാം, HCS അങ്ങനെ രണ്ട് ടൂൾ സ്റ്റീലും HCS കൂടെ വരില്ല. ഓക്കെ ഓക്കെ, HCS-ഉം TS-ഉം ആൻസർ ആയിട്ട് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് റിവറ്റ്? ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു 10 സെക്കൻഡ് സമയം കൂടെ തരാം. Which of the following is not a part of rivet? Which of the following is not a part of rivet? ഏതായിരിക്കും റിവറ്റിന്റെ ഭാഗമല്ലാത്തത്? ഇവിടെ എന്താണ്? ടാങ്ക് എന്ന് പറയുന്ന ഭാഗം നമ്മൾ എവിടെയും റിവറ്റ് പഠിച്ചിട്ടില്ല അല്ലെ? ഒരു ഹെഡ് ഉണ്ട്, ബോഡി ഉണ്ട്, ടെയിൽ ഉണ്ട്. ബോഡി, ഹെഡും ടെയിലും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ടാങ്ക് എന്ന് പറയുന്ന ഭാഗം എവിടെയാണ് വരുന്നത്? ഫയലിൽ വരുന്ന ഭാഗം അല്ലെ? ഫയല് പഠിച്ചപ്പോ നമ്മൾ ടാങ്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ഹാൻഡിലേക്ക് കയറിയിരിക്കുന്ന ഭാഗമാണ് ടാങ്ക് എന്ന് പറയുന്നത്, ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Dash rivet is used to reduce the height of the rivet head above the metal surface. നല്ലൊരു ചോദ്യമാണ്, മോസ്റ്റ് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ആണ്. ആൾക്കാർ തെറ്റിക്കുന്ന ചോദ്യമാണ്, ഓർത്തിരിക്കുക. റെഡ്യൂസ് ദ ഹൈറ്റ് ഓഫ് ദി റിവറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഓക്കെ, കൂടുതൽ പേര് തെറ്റായ ആൻസറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിവേ ഞാനൊന്ന് ടൈമും കൂടെ ചെയ്യാം. മഷ്റൂം ഹെഡ്, സ്നാപ്പ് ഹെഡ്, പാൻ ഹെഡ്, കൗണ്ടർ സങ്ക് ഹെഡ്. റെഡ്യൂസ് ദ ഹൈറ്റ്, റെഡ്യൂസ് ദ ഹൈറ്റ്. റെഡ്യൂസ് ദ ഹൈറ്റ് ആണ് ഓപ്ഷൻ. ഓക്കെ, മഷ്റൂം ഹെഡ് ഈസ് റൈറ്റ് ആൻസർ. ഇവിടെ കുറച്ച് പേർക്ക് തെറ്റായ ആൻസർ വന്നിട്ടുണ്ട്. കൗണ്ടർ സങ്ക് ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊജക്ഷൻസ് അവോയ്ഡ് ചെയ്യാനാണ്. അവിടെ ഹെഡിൽ പ്രസക്തി ഇല്ല. ഓക്കെ, മെറ്റൽ സർഫേസിന് മുകളിലേക്ക് അവിടെ എന്തില്ല, ഹെഡ് ഇല്ല. ഓക്കെ, അപ്പോ റെഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ മഷ്റൂം ഹെഡ് ആണ് ഇവിടെ നമുക്ക് കൃത്യമായ ആൻസർ വരിക. കാരണം സ്നാപ്പ് ഹെഡിനെ അപേക്ഷിച്ച് മഷ്റൂം ഹെഡിന് എന്താണ് ഹൈറ്റ് കുറവാണ്. സ്നാപ്പ് ഹെഡിന്റെ ഹൈറ്റ് എത്രയാണ്? 0.7D ആണ് വരുന്നത്. ഓക്കെ, പാൻ ഹെഡിന്റെ അത് തന്നെയാണ് വരുന്നത്. സ്നാപ്പ് ഹെഡിന്റെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ സ്ട്രക്ചറൽ വർക്കാണ്. പാൻ ഹെഡിന്റെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ ഹെവി കൺസ്ട്രക്ഷൻ വർക്കാണ്. കൗണ്ടർ സങ്ക് ഹെഡ് എന്ന് പറഞ്ഞാൽ പ്രൊജക്ഷൻസ് അവോയ്ഡ് ചെയ്യാനാണ്. അപ്പോൾ മഷ്റൂം ഹെഡിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓർത്തിരിക്കുക, തെറ്റിക്കില്ലല്ലോ അല്ലെ? തെറ്റിക്കില്ലല്ലോ. നിങ്ങൾക്ക് നമ്മുടെ എക്സാമിൽ നമ്മൾ തെറ്റിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ക്ലിയർ? ക്ലിയർ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
in soldering is mainly used as flux for stainless steel. In soldering, dash is mainly used as flux for stainless steel. Okay, നമുക്ക് എന്തായാലും ഓപ്ഷൻസിലേക്ക് ഒന്ന് പോകുന്നതിന് മുമ്പ് ഏതൊക്കെയാണ്? ഫോസ്ഫോറിക് ആസിഡ് ഉണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്, സിങ്ക് ക്ലോറൈഡ് ഉണ്ട്, അമോണിയം ക്ലോറൈഡ് ഉണ്ട്. ഏതായിരിക്കും കൃത്യമായ ആൻസർ? നമുക്കൊരു 10 സെക്കൻഡ് സമയം കൂടെ തരാം. Which is the right answer? Stainless steel. Stainless steel is the question. Answer phosphoric acid ആണ് ആൻസർ ആയിട്ട് വരിക. ഓർത്തിരിക്കുക, ഫോസ്ഫോറിക് ആസിഡ് ആണ് ആൻസർ ആയിട്ട് വരിക. കൃത്യമായി തന്നെ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഏകദേശം 4 ഇതാണ് നമ്മൾ പഠിച്ചത്. 4 ഫ്ലക്സ് ആണ് നമ്മൾ പഠിച്ചത്. ആപ്ലിക്കേഷൻസ് നമ്മൾ പഠിച്ചു. ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which type of solder is used for soldering brass, copper and jewelry? Which type of solder is used for soldering brass, copper and jewelry? Common, coarse, fine, extra fine. Soldering brass, copper and jewelry. കുറഞ്ഞ ആൾക്കാരാണ് ആൻസർ ചെയ്തിട്ടുള്ളത്. ഒന്നും കൂടെ ചെയ്തു. Which type of solder is used for soldering brass, copper and jewelry? Okay, extra fine solder is the right answer. Extra fine solder ന്റെ കോമ്പിനേഷൻ എന്തായിരുന്നു? ഏതാദ്യം നമ്മൾ പറയാ? ടിൻ ആണോ അതോ ലെഡ് ആണോ നമ്മൾ ആദ്യം പറയാം? ടിന്നാണ് ആദ്യം പറയാം അല്ലെ. 66-34 കോമ്പിനേഷൻ എന്ന് പറയുന്നത് എക്സ്ട്രാ ഫൈൻ സോൾഡറിന്റെ. കോഴ്സ് സോൾഡർ എന്ന് പറഞ്ഞാൽ 40-60 ആണ്. കോമൺ സോൾഡർ എന്ന് പറഞ്ഞാൽ 50-50 ആണ്. ഇതൊന്നും കൂടാണ്ട് വേറെ ഒന്നുണ്ട്, യൂടെക്റ്റിക്. യൂടെക്റ്റിക്കിന്റെ കോമ്പിനേഷൻ എന്തായിരുന്നു? 63-37 ആണ്. 63-37. ഓർത്തിരിക്കുക, കാരണം ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ്, മനസ്സിലാക്കി വെക്കുക. സോൾഡറിംഗ് ബ്രാസ്, കോപ്പർ ആൻഡ് ജ്വല്ലറി, എക്സ്ട്രാ ഫൈൻ സോൾഡർ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, എല്ലാവരും ഒന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ച ക്ലാസ്സുകളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Melting point of silver solder is very important. Melting point of silver solder is 350, 400, 600, 850. തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, ഇനി കൂടുതൽ ആൾക്കാർ കൃത്യമായ ആൻസറിലേക്ക് തന്നെ എത്തി. ഓക്കെ, വെരി ഗുഡ്. എന്നാലും തെറ്റുണ്ട്, ഒരുപാട് പേർക്ക് തെറ്റുണ്ട്. ഏതാണ്? 350 ഡിഗ്രിയാണ്. 350 ഡിഗ്രി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, സിൽവർ സോൾഡറിന്റെ മെൽറ്റിംഗ് പോയിന്റ് 350 ഡിഗ്രിയാണ്. 350 ഡിഗ്രിയാണ്. ഓക്കെ, ഓർത്തിരിക്കുക. ഓക്കെ, 850 റേഞ്ച് എന്ന് പറഞ്ഞാൽ ബ്രേസിംഗിന്റെ നമ്മളൊരു കട്ട് ഓഫ് പറയുന്ന ഒരു പോയിന്റ് ആണ്. അത് നമ്മൾ ഓർത്തിരിക്കണം. ഹാർഡ് സോൾഡർ. നെക്സ്റ്റ്, ടാങ്ക് ഓഫ് ബ്ലോ ലാമ്പ് ഈസ് മെയ്ഡ് ഓഫ്. ടാങ്ക് ഓഫ് ബ്ലോ ലാമ്പ് ഈസ് മെയ്ഡ് ഓഫ് ബ്രോൺസ്, ബ്രാസ്, മൈൽഡ് സ്റ്റീൽ, കാസ്റ്റ് അയൺ. ഏതായിരിക്കും? ഓക്കെ, വെരി ഗുഡ്. ബ്രാസ് ഈസ് റൈറ്റ് ആൻസർ. എന്തായാലും കുറച്ച് പേർക്ക് തെറ്റ് വന്നിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ബ്രാസ് ആണ് നമ്മൾ ബ്ലോ ലാമ്പ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ബ്ലോ ലാമ്പിന്റെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ഏത് ഫ്യൂലൊക്കെ നമ്മളിവിടെ യൂസ് ചെയ്യാം? ഫ്യൂല് നമ്മളിവിടെ ഏതാ യൂസ് ചെയ്യുന്നത് ബ്ലോ ലാമ്പിൽ? കറോസിൻ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, കറോസിൻ. Which of the following is not a measuring tool? താഴെ പറയുന്നതിൽ മെഷറിംഗ് ടൂൾ അല്ലാത്ത ഏതാണ്? ട്രൈസ്ക്വയർ, സ്റ്റീൽ റൂൾ, ട്രാമൽ, മൈക്രോമീറ്റർ. ട്രൈസ്ക്വയർ, സ്റ്റീൽ റൂൾ, ട്രാമൽ, മൈക്രോമീറ്റർ. ഓക്കെ, ട്രൈസ്ക്വയർ എന്ന് പറയുന്നത് ഒരു മെഷറിംഗ് ടൂൾ അല്ല. എന്താണ് മെഷറിംഗ് ടൂൾ അല്ല? പകരം എന്താണ് സംഭവം? എന്താണ്? ചെക്കിംഗ് ടൂൾ അല്ലെ? അതൊരു ചെക്കിംഗ് ടൂൾ ആണ്. ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ കൃത്യമായ ആൻസർ ട്രൈസ്ക്വയർ ഈസ് ദ റൈറ്റ് ആൻസർ. സ്റ്റീൽ റൂളിന്റെ ആക്യുറസി എത്രയായിരുന്നു? സ്റ്റീൽ റൂളിന്റെ ആക്യുറസി 0.5 mm ആണ്. മൈക്രോമീറ്ററിന്റെ ആക്യുറസി 0.01 mm ആണ്. വെർണിയർ മൈക്രോമീറ്റർ 0.001 mm ആണ്. അതുപോലെ തന്നെ നമ്മുടെ വെർണിയർ കാലിപ്പറിന്റെ 0.02 ആണ്. ട്രാമൽ ഈസ് യൂസ്ഡ് ഫോർ എന്തിനാണ്? ട്രാമൽ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ലാർജ് സർക്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ട്രാമൽ കൊണ്ട് നമുക്ക് മെഷർ ചെയ്യാം കേട്ടോ. ഇവിടുത്തെ കൃത്യമായ ആൻസർ ആണ് ട്രൈസ്ക്വയർ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? സംശയമില്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. The accuracy of measurement by a tri-square is about dash per 10 mm length. 0.001 mm, 0.002 mm, 0.005 mm.
ഏതായിരിക്കും? 0.002 mm. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അതായത് മോസ്റ്റ് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് തവണ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ആക്യുറസി. ഓക്കെ, ആക്യുറസി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ബി. വെരി ഗുഡ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. The size of dividers ranges from 50 to 100 mm, 50 to 200 mm, 50 to 300 mm, 50 to 600 mm. ഓക്കെ, വെരി ഗുഡ്. ആരും തെറ്റൊന്നും വന്നിട്ടില്ല, എല്ലാവരും കൃത്യമായി ആൻസർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആൻസർ ചെയ്ത എണ്ണം കുറവാണ്, കൂടുതലായിട്ട് എല്ലാവരും ആൻസർ ചെയ്യാം. മാക്സിമം പാർട്ടിസിപ്പേഷൻ. ഓക്കെ, വെരി ഗുഡ്. 50 to 200 mm is the right answer. 50 to 200 mm is the right answer. Okay. Okay. ഓക്കെ, അപ്പോൾ എനിവേ നമ്മൾ ഏകദേശം 20 ക്വസ്റ്റ്യൻ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 20 ക്വസ്റ്റ്യനും ശരിയായ ആൾക്കാർ എത്ര പേരുണ്ട് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ റാങ്ക് ലിസ്റ്റ് ആയിട്ടൊന്നും ഇടുന്നൊന്നുമില്ല, നമ്മളത് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെക്ഷന് വേണ്ടിയിട്ടാണ് 20 ക്വസ്റ്റ്യനും റെഡി ആയത്. 20 ക്വസ്റ്റ്യൻ റെഡി ആയവർ എന്ത് ചെയ്യാം, വീണ്ടും നമ്മൾ നല്ല രീതിയിൽ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. തെറ്റ് വന്നവർ നിർബന്ധമായി ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്ത് തന്നെ പഠിക്കുക. ഒരു ക്വസ്റ്റിന്റെ കൂടെ നമുക്ക് 4 ഫാക്ട്സ് വരെ പഠിക്കാനുണ്ടാവും. അപ്പൊ ആ ഒരു രീതിയിൽ വേണം നമ്മൾ പഠിച്ചു പോകാൻ. ഓക്കെ ഓക്കെ, മുഹമ്മദ് എങ്ങനെയുണ്ടായിരുന്നു? കുറച്ച് കൂടുതൽ പേര് നമ്മുടെ ക്ലാസ്സിൽ കുറച്ച് പേര് പുതിയ ആൾക്കാരുണ്ട്. എനിവേ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ കുറെ കൂടുതൽ പേരും 20 തന്നെ സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് തൊട്ട് എല്ലാ ദിവസവും, ഓക്കെ, എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് കാര്യമല്ലേ ഉള്ളൂ. നമുക്കൊന്ന് 10 മിനിറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, എല്ലാ ദിവസവും ഉണ്ടാവുമല്ലോ അല്ലെ? എല്ലാ ദിവസവും നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും ഒരു 20 ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഒരു 200 ക്വസ്റ്റ്യൻ അങ്ങനെ കവർ ചെയ്തേക്കേ ഉള്ളൂ. ഓക്കെ ഓക്കെ, അങ്ങനെ നമുക്ക് ഇന്നത്തെ ക്ലാസ് വല്ല വൈൻഡപ്പ് ചെയ്യാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് വേണ്ട, നമുക്ക് 20 ക്വസ്റ്റ്യൻ വെച്ച് റിവൈസ് ചെയ്ത് പോയാൽ മതി. കാരണം ഒരുപാടായി കഴിഞ്ഞാൽ ഓവർലോഡ് ആവും. എല്ലാ ദിവസവും പോട്ടെ. ഓക്കെ, അങ്ങനെ നമുക്ക് ഇന്നത്തെ ക്ലാസ് വല്ല വൈൻഡപ്പ് ചെയ്യാം. ഇനി നല്ല പാർട്ടിസിപ്പേഷൻ ആയിരുന്നു. കുറച്ച് പേര് എനിക്കൊന്ന് ഈ 5 മണി ആയതുകൊണ്ട് കുറച്ച് പേര് കുറവുണ്ട്, അത് കുഴപ്പമില്ല. അടുത്ത ക്ലാസ്സോട്ട് അവരുണ്ടാവുമെന്ന് വിചാരിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്നാൽ മെല്ലെ ഇന്നത്തെ ക്ലാസ് മെല്ലെ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നാളെ നമുക്ക് ഇത്രയും ഡിലേ കൂടെ വരില്ല, നമുക്ക് നാളെ പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് മെല്ലെ വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ ഓക്കെ, താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.